നമുക്കിന്നൊരു മിനി ബുക്ക് പെൻഡന്റ് ഉണ്ടാക്കിയാലോ? ഇത് നല്ല ചെറുതായതുകൊണ്ട് തന്നെ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ നമുക്കിത് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇത് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ ഒരേ വിട്ടുള്ള 3 പേപ്പർ ഇങ്ങനെ മടക്കി എടുത്തിട്ട് ഒരേ സൈസിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതെല്ലാം കൂടി ഇങ്ങനെ വെച്ച് ഒട്ടിച്ചാൽ നമ്മുടെ മിനി നോട്ട്ബുക്ക് ഇവിടെ റെഡിയാവും. നമ്മൾ എത്ര വൃത്തിക്ക് ഒട്ടിച്ചാലും ഇങ്ങനെ കുറേ പോർഷൻസ് അധികം കിടക്കും. അപ്പോൾ ഞാൻ അതെല്ലാം കൂടി ഇങ്ങനെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ബുക്കിൻ്റെ ബൈൻഡ് തയ്യാറാക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചാർട്ട് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബൈൻഡാണല്ലോ, കട്ട് വേണ്ടേ. അതിനായിട്ട് ഞാൻ പഴയൊരു ബുക്കിൻ്റെ ബുക്ക് കവറാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ബൈൻഡും കൂടെ ചേർത്തൊട്ടിച്ചാൽ നമ്മുടെ മിനി ബുക്ക് ഇവിടെ റെഡിയാവും. നമുക്ക് ബുക്ക് റെഡിയായി പോരല്ലോ, അത് എസ്തെറ്റിക് ആക്കി എടുക്കണ്ടേ. ഇനി നമുക്ക് നമ്മുടെ മിനി ബുക്കിന് ഇഷ്ടമുള്ള ഡെക്കറേഷൻസ് എല്ലാം ചെയ്തു കൊടുക്കാം. എനിക്ക് പക്ഷേ ഭയങ്കര സിമ്പിളായിട്ടുള്ള ലുക്കാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പഴയൊരു വളയിൽ നിന്നാണ് ഈ സംഭവം വെട്ടിയെടുത്തത്. അപ്പോൾ അതും കൂടെ ഫെവിക്കോൾ യൂസ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ മിനി ബുക്ക് ഇവിടെ റെഡിയാവും. നമുക്കിത് പെൻഡൻറ്റ് മാത്രമല്ല, ഒരു കീ ചെയിനായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ പെൻഡൻറ്റ് ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെ കമൻസിൽ പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി ഇതേപോലത്തെ യുണീക്ക് ഐഡിയാസ് വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.